ടെന്നീസ് എൽബോ അല്ലെങ്കിൽ കൈമുട്ട് വേദന എന്ന് പറയുന്നത് കായിക താരങ്ങളിൽ മാത്രം കാണുന്ന ഒരു രോഗാവസ്ഥയല്ല. കൈ ഉപയോഗിച്ച് ആയാസപ്പെട്ട ജോലി ചെയ്യുന്ന, പ്ലംബിംഗ് ജോലി ചെയ്യുന്നവർ, പെയിൻറ്റിംഗ് ജോലി ചെയ്യുന്നവർ, ഇലക്ട്രീഷ്യന്മാർ, കാർപ്പൻ്റർമാർ, വീട്ടമ്മമാർ, കുട്ടികൾ ഇങ്ങനെ പലരിലും ഈ അവസ്ഥ കാണാവുന്നതാണ്. നിരന്തരമായി ഇങ്ങനെ കൈമുട്ട് വേദന അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ കാരണം എന്താണെന്നും അതുപോലെ തന്നെ ഏത് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ നടത്തിയാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചു കൊണ്ടുവരാമെന്നും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സർസൈസും വേദന കുറയ്ക്കാനുള്ള മാർഗങ്ങളും മറ്റ് ഫിസിയോതെറാപ്പി ഓപ്ഷൻസുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ കൈമുട്ട് വേദന അഥവാ ടെന്നീസ് എൽബോ എന്നറിയപ്പെടുന്ന ഈ അസുഖത്തിൻ്റെ മറ്റൊരു പേരാണ് ലാറ്ററൽ എപ്പിക്കോണ്ടലൈറ്റിസ്. ഇനി ഈ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ജോയിൻറ്റ്സ് ഒക്കെ ചലിക്കണമെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട പേശികൾ ജോലി ചെയ്യണം. പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചരട് പോലെയുള്ള ഭാഗത്തിന് ടെൻഡൻ എന്നാണ് പറയുന്നത്. റിസ്റ്റും ഫിംഗേഴ്സും ഒക്കെ ഈ രീതിയിൽ ചലിക്കണമെങ്കിൽ അതിനൊരു ഗ്രൂപ്പ് മസിൽസ് ഉണ്ട്. അതിൻ്റെ പേരാണ് എക്സ്റ്റൻസാർ ഗ്രൂപ്പ് ഓഫ് മസിൽസ്. ഈ പിക്ചറിൽ നമ്മൾ കാണുന്ന ഭാഗമാണ് ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ. നമ്മുടെ റിസ്റ്റിനെയും ഫിംഗേഴ്സിനെയും ഒക്കെ ചലിപ്പിക്കുന്ന എക്സ്റ്റൻസാർ ഗ്രൂപ്പ് ഓഫ് മസിൽസ് അറ്റാച്ച് ആയിരിക്കുന്ന പാർട്ടാണ് അത്. എക്സ്റ്റൻസാർ ഗ്രൂപ്പ് മസിലിലെ ഒരു മസിലാണ് ECRB, അതായത് എക്സ്റ്റൻസാർ കാർപ്പെ റേഡിയാലിസ് ബ്രെവിസ് എന്ന് പറഞ്ഞ മസിൽ. നമ്മൾ ഇങ്ങനെ ആയാസപ്പെട്ട ജോലിയൊക്കെ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നു, റെസ്റ്റ് ഇല്ലാതെ ചെയ്യുന്നു, തുടരെ ഓവർലോഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഈ മസിലിൻ്റെ ടെൻഡനിൽ ചെറിയ ടേഴ്സ് ഉണ്ടാവുകയും പതുക്കെ അത് വേദനയും വീക്ക്നെസ്സിനും ഡിസ്കംഫോർട്ടിനും കാരണമാവുകയും പ്രോഗ്രസീവായിട്ട് അവിടെ നീർക്കെട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം. തുടക്കത്തിൽ മൈൽഡായിട്ട് തുടങ്ങുന്ന വേദന ഗ്രാജ്വലി വളരെ ശക്തമായ വേദനയായിട്ടാണ് മാറുന്നത്. പലപ്പോഴും കൈമുട്ടിൻ്റെ അവിടുന്ന് വേദന ഉണ്ടാകും, പിന്നെ അത് കൈത്തണ്ടയിലേക്കും നീങ്ങി വരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ ഗ്രിപ്പിൻ്റെ സ്ട്രെങ്ത് കുറയുന്നത് പോലെ തോന്നും. ഒരു ചായക്കപ്പ് പോലും എടുത്ത് പിടിക്കാൻ പോലാത്ത തോന്നും. വസ്തുക്കളൊക്കെ എടുത്തിട്ട് സ്ക്യൂസ് ചെയ്യാനോ അമർത്താനോ അല്ലെങ്കിൽ തുണി എടുത്ത് പിഴിയാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. ഗ്രാജ്വലി നമ്മുടെ ആ കൈ ഉപയോഗിച്ചുള്ള ഫങ്ഷണൽ ആക്ടിവിറ്റീസൊക്കെ തന്നെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ പോയിൻറ്റ് പേഷ്യൻ്റ് എഡ്യൂക്കേഷനാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓവർ യൂസ് മൂലം ടെൻഡന് മൈക്രോ ടേഴ്സ് ഉണ്ടാകുകയും പ്രോഗ്രസീവായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം, അതായത് സ്പോർട്സിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിലാണെങ്കിലും ഏത് തരത്തിൽ ആക്ടിവിറ്റിയെ മോഡിഫൈ ചെയ്താൽ നമുക്ക് ഇതിനെ കുറച്ചെങ്കിലും നമുക്കതിന് മാറ്റം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ കപ്പാസിറ്റി, അതായത് മസിൽ കപ്പാസിറ്റിക്ക് എക്സീഡ് ചെയ്യുന്ന തരത്തിലുള്ള ലോഡ് നമ്മൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ലോഡിൻ്റെ വോളിയം, ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ മസിലിനൊരു ലോഡ് കൊടുക്കാനായിട്ട്. സ്പോർട്സിലാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ നമുക്ക് നോക്കാം. അഡിക്വേറ്റ് ആയിട്ടുള്ള വാമപ്പ് ചെയ്യുന്നതും സ്വിങ് കറക്റ്റ് ചെയ്യുന്നതും ഒരു എൽബോ ബ്രേസ് ഉപയോഗിക്കുന്നതും റാക്കറ്റിൻ്റെ സൈസിനെ പറ്റി അതിനുള്ള ചില മാറ്റങ്ങൾ വരുന്നതുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ മോഡിഫിക്കേഷൻസാണ്. ചില ഘട്ടങ്ങളിൽ നമ്മൾക്ക് റിസ്റ്റ് സ്പ്ലിൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ജോലി സ്ഥലത്ത് ചെയ്യാൻ പറ്റിയ ചില മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ മോഡിഫിക്കേഷനും പ്രായോഗികമാകണമെന്നില്ല, എങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ടൂൾസിലൊക്കെ ഷോക്ക് അബ്സോർബർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പവർ ടൂൾസ്, മാനുവൽ ടൂൾസിന് പകരം പവർ ടൂൾസ് പറ്റുമെന്നുണ്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുക. പിന്നെ എൽബോ ബ്രേസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ടെൻഡൻ്റെ ഈ ഭാഗത്തിന് റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ ജോലി കൊടുക്കുമ്പോൾ അവിടെ ഒരു ഹീലിംഗ് കിട്ടാനായിട്ട് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും അതിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് ആ ഏരിയയിൽ നിന്ന് മാറി കുറച്ച് റെസ്റ്റ് കിട്ടുന്ന ഒരു ഏരിയയിലോട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം എല്ലാം സ്ട്രെങ്തനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജോലി തുടരാവുന്നതാണ്. അടുത്ത ഒരു ഓപ്ഷനാണ് ടെന്നീസ് എൽബോ ബ്രേസ്. നമ്മുടെ വേദനയൊന്ന് കുറയ്ക്കുന്നതിനും ജോലി സ്ഥലത്തും സ്പോർട്സിലുമൊക്കെ കൈക്കൊരു സപ്പോർട്ട് കിട്ടുന്നതിനുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ബ്രേസ് ഉപയോഗിക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണെങ്കിലും എപ്പോഴും അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നല്ലതല്ല. നമ്മൾക്ക് നമ്മുടെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഒരു റെമഡി എന്ന് പറയുന്നത്. പിക്ചറിൽ പെയിൻ്റെ ലൊക്കേഷനും ബ്രേസിൻ്റെ പൊസിഷനും ശ്രദ്ധിക്കുക.
ഇനി അടുത്ത ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇലക്ട്രോതെറാപ്പി. അതായത് ഇലക്ട്രിക്കൽ എനർജിയെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇലക്ട്രോതെറാപ്പി. ഫിസിയോതെറാപ്പിയിൽ നമ്മൾ പലതരത്തിലുള്ള മെഷീൻസ് ഉപയോഗിച്ച് പേഷ്യൻറ്റിൻ്റെ വേദന കുറയ്ക്കുന്നു, അങ്ങോട്ടുള്ള നീർക്കെട്ട് കുറയ്ക്കുന്നു, രക്തയോട്ടം കൂട്ടുകയും അങ്ങനെ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന പല മെഷീൻസും ഇലക്ട്രോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് മാനുവൽ തെറാപ്പി. ഇതൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് ചെന്നാൽ അവർ ഈ ടെക്നിക്കൊക്കെ നമുക്ക് ചെയ്തു തരുന്നതാണ്. നന്നായിട്ട് വേദന മാറുന്നതിനും നമ്മുടെ ജോയിൻറ്റിൻ്റെ സ്റ്റിഫ്നെസ്സോ അല്ലെങ്കിൽ പെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ടൊക്കെ ഈ ടെക്നിക്ക് നമ്മളെ സഹായിക്കും. അതിനെപ്പറ്റി അതിലെ ഒരു മുള്ളിഗൻ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കിനെ പറ്റി നടത്തിയ ഒരു പഠനമാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ കൺക്ലൂഷനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുളിഗൻ എന്ന് പറഞ്ഞ ടെക്നിക്കും എക്സർസൈസും കോൾഡ് തെറാപ്പിയും ഈ കണ്ടീഷന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. വേദനയും നീർക്കെട്ടും ഒക്കെ കുറയ്ക്കാനായിട്ടുള്ള അടുത്തൊരു ഓപ്ഷനാണ് ഐസ് അല്ലെങ്കിൽ ഹീറ്റ്. പക്ഷേ എപ്പോൾ ഐസ് ഉപയോഗിക്കണം, എപ്പോൾ ഹീറ്റ് ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഇഞ്ചുറി പെട്ടെന്നുണ്ടാകുക, എന്നിട്ട് വേദനയും അവിടെ സ്വെല്ലിങ്ങും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഐസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഏത് ഇഞ്ചുറി ആണെങ്കിലും ഫസ്റ്റ് ഒരു 72 hours ഐസാണ് നല്ലത്. പക്ഷേ ടെന്നീസ് എൽബോയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ജോലി ഇന്നത്തെ ദിവസം നമുക്ക് കുറേ ജോലി ചെയ്യേണ്ടി വന്നു, നല്ല സ്ട്രെയിൻ ഉണ്ടായി, വീട്ടിൽ വന്നപ്പോൾ നല്ല വേദനയും നീരും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നീരുള്ള സമയത്തൊക്കെ ഐസാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ഈ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞു, നീരൊക്കെ കുറഞ്ഞെങ്കിൽ നമ്മൾക്ക് മസിലിനെയൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് ഹോട്ട് പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ബോൾ മസാജ്. നമ്മളിപ്പോൾ കാണുന്ന പോലെ കൈത്തണ്ടയിലേക്ക് വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞു, അവിടെ മസിൽസിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ടൈറ്റ്നെസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ മസിലിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ചെറിയ രീതിയിൽ ഹോട്ട് പാക്ക് വെച്ച് മസിൽസിന് ഒന്ന് ചൂട് കൊടുത്ത് അതിനെ റിലാക്സ് ചെയ്തിട്ട് ഇതുപോലുള്ളൊരു ബോൾ വെച്ച് ഈ പിക്ചറിൽ കാണുന്നത് പോലെ മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഐസോ ഹീറ്റോ ഒക്കെ വെച്ച് നമ്മുടെ വേദന കുറച്ചു ബോൾ മസാജൊക്കെ ചെയ്തു, നമ്മൾ മസിൽ റിലാക്സ് ചെയ്തു. ഇനി നമ്മൾ സ്ട്രെച്ചിങ്ങിലേക്ക് പോവുകയാണ്. അതിന് മുമ്പായിട്ട് വാമപ്പ് എക്സർസൈസ് ചെയ്യണം. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ജോയിൻറ്റ്സ്, അതായത് എൽബോയിലാണ് പ്രശ്നമെങ്കിലും നമുക്ക് റിസ്റ്റിനും ഫിംഗേഴ്സിനുമൊക്കെ ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള എക്സർസൈസ് ചെയ്യാം. അത് ചെയ്യുമ്പോഴത്തേക്കും ഒരു റിതമിക്കായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഒരു റെപ്പറ്റീഷൻ ഒരു 10 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻ്റ് ആണെങ്കിലും അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യേണ്ടത്. ഈ ലാറ്ററൽ എപ്പിക്കോണ്ടറിൽ നിന്നുണ്ടാകുന്ന മസിൽസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് റിസ്റ്റ് എക്സ്റ്റൻഷനാണ്. റിസ്റ്റിനെ ഈ പൊസിഷനിലാക്കുന്നതാണ് മസിൽ ചെയ്യുന്ന ജോലി. അപ്പോൾ അതിൻ്റെ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷനാണ്. ഇപ്പോൾ പിക്ചറിൽ കാണുന്നത് പോലെ ഇങ്ങനെ എൽബോ നീട്ടി പിടിച്ചിട്ട് നമ്മുടെ റിസ്റ്റിനെ ഇങ്ങനെ താഴേക്കാക്കി ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതാണ് സ്ട്രെച്ചിങ് എക്സസൈസ്. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടെന്നീസ് എൽബോയുടെ ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് സ്ട്രെങ്തനിങ് എക്സർസൈസാണ്. മസിലിൻ്റെ കപ്പാസിറ്റി കൂട്ടാതെ അല്ലെങ്കിൽ ലോഡ് എടുക്കാനായിട്ടുള്ള ഒരു എബിലിറ്റിയോ സ്ട്രെങ്തോ കൂട്ടാതെ നമ്മൾ കൂടുതലായിട്ട് ലോഡ് എടുക്കുമ്പോഴത്തേക്കും ഈ ബുദ്ധിമുട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സർസൈസിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെ കണ്ട് എക്സർസൈസ് മനസ്സിലാക്കിയെടുക്കുക. ഏത് മസിൽ ഗ്രൂപ്പിന് ഏത് എക്സർസൈസാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ എക്സെൻട്രിക് ടൈപ്പ് എക്സർസൈസാണ് ചെയ്യുന്നത്. ഓരോ ഇൻഡിവിജ്വലും ചെയ്യുന്ന ജോലിയും അവരുടെ ആക്ടിവിറ്റി മോഡിഫിക്കേഷനും അവരുടെ മസിലിൻ്റെ സ്ട്രെങ്തും അവരുടെ വേദനയും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഒക്കെ ഡിഫറൻ്റാണ്. അപ്പോൾ ഒരു പ്രത്യേക ഇൻഡിവിജ്വലിന് അവരുടെ ബുദ്ധിമുട്ടനുസരിച്ചിട്ടുള്ള ഒരു എക്സർസൈസ് പ്രോഗ്രാം ഉണ്ടാക്കി തരാനായിട്ട് ഒരു തെറാപ്പിസ്റ്റിന് കഴിയും. അത് എത്ര കാലം ചെയ്യണമെന്നും എത്ര റെപ്പിറ്റീഷൻ ചെയ്യണമെന്നും ഒക്കെ ഉള്ളത് അവരാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കണ്ടതാണെങ്കിലും ഈ സ്ക്രീനിൽ കാണുന്നതാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഒരു തെറാപ്പിസ്റ്റിനെ കണ്ട് മനസ്സിലാക്കിയിട്ട് എക്സർസൈസ് ചെയ്യാൻ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള എക്സെൻട്രിക് എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതുകൊണ്ടൊന്നും നമ്മുടെ വേദന മാറുന്നില്ലെങ്കിൽ നമ്മൾക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതിനായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക.